അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ, എന്താണ് സ്മാർട്ട് സ്കോളർഷിപ്പ്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് പഠിക്കേണ്ടത്, ഈ പരീക്ഷ കഴിഞ്ഞാലുണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞു പോകാം. ഈ പരീക്ഷ നടത്തുന്ന സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷ നടത്തുന്നത് സുന്നി വിദ്യാഭ്യാസ ബോർഡാണ്. നമ്മളെ കേരളത്തിൽ, കർണാടക, തമിഴ്നാടടക്കം ഇന്ത്യ രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് വ്യത്യസ്ത സംസ്ഥാനങ്ങളിലും GCC ഗൾഫ് രാജ്യങ്ങളിലും 10,000-ലേറെ മദ്രസകൾക്ക് നേതൃത്വം നൽകുന്ന വളരെ മഹത്തായ ഒരു പ്രസ്ഥാനമാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡ്. ഈ പരീക്ഷ മദ്രസകളിൽ, സ്കൂളിൽ നടക്കുന്നത് പോലെയുള്ള അർദ്ധവാർഷിക, വാർഷിക പരീക്ഷയല്ല. ഇത് യഥാർത്ഥത്തിലൊരു മത്സര പരീക്ഷയാണ്. അപ്പോൾ എന്തിനാണ് സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷ നടത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. കുട്ടികൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവുന്ന കുറേ സ്കോളർഷിപ്പ് പരീക്ഷകളുണ്ട്. LSS, USS, NMMSS, അതേപോലെ തളിര് തുടങ്ങിയിട്ട ഒരുപാട് ഗവൺമെൻറ് ഏജൻസികളും അല്ലാത്തതുമായ ഒരുപാട് സ്കോളർഷിപ്പ് പരീക്ഷകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതേപോലെ നീറ്റ്, കീം തുടങ്ങിയ എൻട്രൻസ് പരീക്ഷകളും നമ്മുടെ കുട്ടികൾക്ക് കേട്ട് പരിചയമുള്ള സംഗതികളാണ്. അതേപോലെ തൊഴിൽപരമായി നോക്കുമ്പോൾ PSC, UPSC തുടങ്ങിയ മറ്റ് പരീക്ഷകളും. ഈ കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാവിയിൽ, അല്ലെങ്കിൽ ഇപ്പം നിലനിൽക്കുന്നതും ഭാവി വരാനിരിക്കുന്നതുമായ ഒട്ടനേകം മത്സര പരീക്ഷകളെ അഭിമുഖീകരിക്കേണ്ടവരാണ് നമ്മുടെ മക്കൾ. സ്വാഭാവികമായിട്ട് മദ്രസയിൽ പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, മദ്രസയിലെ കുട്ടികൾക്ക് പ്രത്യേകിച്ച്, അവർക്കും ഇത്തരം പരീക്ഷകൾ കടന്നു കിട്ടാൻ നന്നായിട്ട് അവർക്ക് പരിശീലനം കൊടുക്കുക. അവരൊരിക്കലും പിന്നിലായിക്കൂടാ എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ ചെറുതായിട്ട് പറയാം. സമയക്രമമനുസരിച്ച് പഠിക്കാനും പരീക്ഷ എഴുതാനുള്ള ശീലം ഇതിലൂടെ ലഭ്യമാകും. അതേപോലെ സാധാരണ പരീക്ഷകൾക്ക് പോലെയല്ല, കുറച്ചുകൂടി ഉയർന്ന ചിന്തകൾ ഇതിന് വേണം. അപ്പോൾ ആ ഉയർന്ന ചിന്താശീലം വളർത്തിയെടുക്കാൻ സാധിക്കും. പ്രശ്നപരിഹാരത്തിനുള്ള പ്രായോഗിക സമീപനത്തിലൂടെ നമ്മൾ കുട്ടികൾ ഉയരാൻ സാധിക്കും. ചില പ്രശ്നങ്ങൾ ചോദ്യങ്ങളിലൂടെ അവതരിപ്പിക്കുമ്പോൾ അതെങ്ങനെ നിർദ്ധാരണം ചെയ്യാം, ആ പ്രായോഗികമായിട്ട് അതിനെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചുള്ള നല്ലൊരു പരിശീലനവും ഈ എക്സാമിനോടെ കിട്ടും. മാത്രവുമല്ല, ഇത്തരം പരീക്ഷകളെന്ന് പറയുന്നത് കഴിവുകളുടെ വികസനം സാധ്യമാക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. മറ്റൊന്നത്, പഠനത്തിലെ ഒരു അച്ചടക്കമുണ്ട്. എപ്പോൾ, എങ്ങനെ, ഏത് രൂപത്തിൽ പഠിക്കണം എന്നുള്ള പഠനത്തിലെ അച്ചടക്കക്രമം ഇതിലൂടെ കുട്ടികൾക്ക് ലഭ്യമാകുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ് ടൈം മാനേജ്മെൻറ്റ്. നിശ്ചിത സമയത്തിനുള്ളിൽ, അത് പഠിക്കുന്നതിനായാലും പരീക്ഷ ആയിരുന്നാലും ശരി, നിശ്ചിത സമയത്തിനുള്ളിൽ പഠിക്കുക, അത് വ്യക്തമായി പഠിക്കുക, കൃത്യമായി പഠിക്കുക എന്ന തരത്തിലേക്കും. അതോടൊപ്പം തന്നെ ഇതൊരു ആരോഗ്യപരമായ മത്സരമാണ്. ആർക്കും ആരോടും യഥാർത്ഥത്തിൽ വിദ്വേഷവും വൈരാഗ്യമൊന്നുമില്ല. അവരുടെ കഴിവുകൾക്കനുസരിച്ച് പ്രതികരിക്കുന്നു, അതിലവർ ജയിക്കുന്നു, അവർക്ക് അടുത്ത സ്ഥാനത്ത് കയറിപ്പോകും. ഈ തരത്തിൽ നമ്മുടെ മദ്രസയിലെ കുട്ടികൾക്കും ഇത്തരം ക്വാളിറ്റികൾ, നല്ല ക്വാളിറ്റികൾ അവർക്ക് കിട്ടണം എന്നതിന് 3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല ഒരു പരിശീലനത്തിൻ്റെ മത്സരമാണിത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്മാർട്ട് എന്ന് പറയുന്നത് ഭാവിയിൽ നമ്മുടെ കുട്ടികൾ നേരിടാൻ പോകുന്ന അനേകം മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാക്ടിക്കൽ, ഒരു പരിശീലന എക്സാമാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിന് തയ്യാറെടുക്കേണ്ടത്? ഇപ്പം എല്ലാവരും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട്, രജിസ്ട്രേഷൻ ചെയ്യേണ്ട ടൈം കഴിഞ്ഞു, എല്ലാവരും രജിസ്റ്റർ ചെയ്തു. ഇനി പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ പരീക്ഷയിൽ 50 ചോദ്യങ്ങളുണ്ടാവുക. 50 ചോദ്യങ്ങൾക്ക് 2 വീതം മാർക്ക്, അങ്ങനെ 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കുട്ടികൾക്ക് നൽകുന്നത്. അതിൽ 30 ചോദ്യങ്ങൾ മദ്രസ പാഠപുസ്തകത്തിൽ നിന്നാണ് വരിക.
അത് നിങ്ങൾ സാധാരണ നാട്ടിലെ ജനറൽ മദ്രസയിൽ പഠിച്ചാലും ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിലും ഇനി പിന്നെ മറ്റു തരത്തിലുള്ള സായാഹ്ന മദ്രസകൾ, അങ്ങനെ പലതരത്തിലുള്ള മദ്രസകളുടെ സംവിധാനം ഓരോ നാട്ടിനനുസരിച്ച് ഒരുക്കിയിട്ടുണ്ട്. ബോർഡിംഗ് മദ്രസകളുണ്ട്. ഏത് തരം മദ്രസയിൽ നിങ്ങൾ സിലബസ് ഏതായിരുന്നു, മലയാളമായിരുന്നാലും ഇംഗ്ലീഷ് ആയിരുന്നാലും CBSE സിലബസ് അനുസരിച്ച് ഏത് സിലബസ് പോയിരുന്നാലും നിങ്ങൾ പഠിക്കുന്ന മദ്രസ പാഠപുസ്തകം ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷാ പേപ്പറാണ് നിങ്ങൾക്ക് കിട്ടുക. അത് നിങ്ങളെ പാഠപുസ്തകത്തിൽ നിന്ന് 30 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതായത് 60 മാർക്കുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് മദ്രസ പാഠപുസ്തകം മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ള 20 ചോദ്യങ്ങൾ നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത്, അതായത് നിങ്ങൾ മദ്രസയിൽ ഏത് ക്ലാസ്സിലാണോ അതേ ക്ലാസ്സിലെ സ്കൂളിലെ ചോദ്യങ്ങളാണ് വരിക. അത് സ്കൂളിൽ നിന്ന് 20 ചോദ്യങ്ങൾ, അതായത് 40 മാർക്കിനുള്ള 20 ചോദ്യങ്ങൾക്ക് 2 മാർക്ക് വീതം 40 മാർക്കിനുള്ള 20 ചോദ്യങ്ങൾ വരും. അങ്ങനെ മൊത്തം മദ്രസയിൽ 60 മാർക്കും സ്കൂളിലെ 40 മാർക്കും കൂട്ടി 100 മാർക്കാണ് ഉണ്ടാവുക. ഇതിൽ അല്പം 1-2 ചോദ്യങ്ങൾ പ്രായോഗികമായ തലത്തിൽ കാലികമായ വിഷയങ്ങളുണ്ട്. അതായത് സിറാജ് ദിനപത്രത്തിൽ നിന്ന് സാധാരണ വന്നുകൊണ്ടിരിക്കുന്ന മറ്റു പത്രങ്ങളൊക്കെ ഉള്ളതുപോലെയുള്ള വാർത്തകളുടെ പ്രാമുഖ്യമുള്ള 1-2 ചോദ്യം കൂടി പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ സിറാജ് ദിനപത്രം വായിക്കുന്നവരായിരിക്കുമല്ലോ, അതും കണ്ണോടിച്ച് പത്രവായനയും കൂടി ശീലമാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, അതെല്ലാവർക്കും സംശയം വരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ മദ്രസയിൽ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് അതേ ക്ലാസ്സിൻ്റെ സ്കൂളിലെ ചോദ്യമാണ് വരിക. ഒരു ഉദാഹരണം പറയാം. ഒരു കുട്ടി 4ാം ക്ലാസ് മദ്രസയിൽ പഠിക്കുന്നു, പക്ഷെ സ്കൂളിൽ കുട്ടി 3ലാണ്. അപ്പോൾ ആ കുട്ടിക്ക് സ്കൂളിൽ ഏത് ചോദ്യം വരിക? 3ലേതല്ല വരിക, 4ലേതാണ്. കാരണം മിക്കവാറും കുട്ടികൾ, ഭൂരിപക്ഷവും കുട്ടികൾ മദ്രസയും സ്കൂളും ഒരേ സ്റ്റാൻഡേർഡിലാണ്. 4 കുട്ടി മദ്രസയിലും 4 തന്നെ സ്കൂളിലും, 5ലും 5ലും, 10ാം ക്ലാസ്സിൽ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ മദ്രസയിൽ. ചില കുട്ടികൾ, വളരെ കുറഞ്ഞ ചില കുട്ടികൾ നേരെ തിരിച്ചുണ്ട്. മദ്രസയിൽ 4 അല്ലെങ്കിൽ 5, സ്കൂളിൽ തൊട്ട് താഴെ ഒരു ക്ലാസ്സിൽ. അങ്ങനെ വരുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാം. ഒട്ടും പേടിക്കേണ്ടതില്ല. നിങ്ങൾ എന്താണോ പഠിക്കേണ്ടത്, നിങ്ങളെ ക്ലാസ്സിൽ എന്താണോ വരിക എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയ ഈ പുസ്തകം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, സ്മാർട്ട് വിന്നർ. ഈ സ്മാർട്ട് വിന്നറിൽ ഓരോ ക്ലാസ്സിലെയും മദ്രസ പാഠങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൊടുത്ത ശേഷം സ്കൂളിൽ നിന്ന് വരുന്ന ഓരോ ചോദ്യങ്ങളും, അത് LP സെക്ഷൻ 3, 4, UP സെക്ഷൻ 5, 6, 7, ഹൈസ്കൂൾ സെക്ഷൻ 8, 9, 10, ഹയർ സെക്കൻഡറി 11, +1, +2 എന്ന തരത്തിലേക്ക് കൃത്യമായി വേർതിരിച്ചിട്ട് തന്നെയാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ക്ലാസ്സിലും സ്കൂളിൽ നിന്ന് വരുന്ന ഇംഗ്ലീഷിൽ നിന്ന് ഏത് വരും, മാത്സിൽ നിന്ന് എന്ത് വരും, EVSൽ നിന്ന് വരും, അല്ലെങ്കിൽ സയൻസിൽ നിന്ന് വരും, സോഷ്യൽ സയൻസിൽ നിന്ന് വരും, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അനുബന്ധമായി ഒന്നുകിൽ ആ സ്കൂളിൽ ആ ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഇപ്പം അതിനേക്കാൾ എളുപ്പമൊരു കാര്യം, നമ്മൾ നെറ്റിൽ ഗൂഗിളിലൊക്കെ പോയി നെറ്റിൽ സെർച്ച് ചെയ്താൽ ഓരോ പാഠപുസ്തകവും അതിൽ കൊടുത്തിട്ടുണ്ട്. മലയാളമുണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഉണ്ട്, CBSEയുടെ സിലബസ് നെറ്റിലുണ്ട്. ഓരോന്നും നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ വരുന്ന കണ്ടന്റുകൾ, ഇതിൽ വരുന്ന പ്രതിപാദ്യ വിഷയങ്ങൾക്ക് ഏതൊക്കെയാണ് പുസ്തകം നോക്കേണ്ടത് നെറ്റിൽ നോക്കിയാൽ കിട്ടും. അപ്പം അത് വളരെ എളുപ്പമുള്ള, ഈ കാലഘട്ടത്തിൽ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ടില്ല. നേരെ തിരിച്ചു വരുന്ന സംഗതിയുണ്ട്. ഒരു കുട്ടി മദ്രസയിൽ 5ാം ക്ലാസ്സിലാണ്, പക്ഷെ സ്കൂളിൽ 6ലാണ്. അപ്പോൾ സ്കൂളിൽ ഏതിലെ ചോദ്യം വരിക? 5ലെ ചോദ്യം തന്നെയാണ് വരിക. ആ കുട്ടി ഒരു കൊല്ലം മുമ്പ് പഠിച്ചു പോയ പാഠപുസ്തകത്തിലെ ചോദ്യം വരിക. അപ്പോൾ കുട്ടിക്ക് എളുപ്പമായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഏത് ക്ലാസ്സിലാണോ മദ്രസയിൽ പഠിക്കുന്നത് അതേ ക്ലാസ്സിലെ സ്കൂളിലെ ചോദ്യം വരും. 4ാം ക്ലാസ്സിലെ ആൾക്ക് 4ാം ക്ലാസ്സിലെ സ്കൂളിലെ ചോദ്യം വരും. 5ാം ക്ലാസ്സിൽ മദ്രസ പഠിക്കുന്ന കുട്ടിക്ക് 5ാം ക്ലാസ്സിലെ സ്കൂളിലെ ചോദ്യം വരും. അപ്പോൾ കൺഫ്യൂഷൻ ഇപ്പോഴേ തന്നെ തീർക്കുക. നിങ്ങളെ കയ്യിൽ നിങ്ങൾ ആ സ്റ്റാൻഡേർഡിലല്ല പഠിക്കുന്നതെങ്കിൽ നിങ്ങളെ മദ്രസയിലുള്ള അതേ ക്ലാസ്സിൻ്റെ പാഠപുസ്തകം നിങ്ങൾ കണ്ടെത്തുകയോ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയോ ചെയ്യുക. ഇതിനേക്കാൾ എളുപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ യൂട്യൂബ് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ ഓരോ ക്ലാസ്സിലെയും ഓരോ പാഠങ്ങളും കൃത്യമായിട്ട് എടുത്തു തരുന്ന, പഠിപ്പിക്കുന്ന റീൽസുകളും അതേപോലെ തന്നെ അതിലുള്ള ഒരുപാട് പാഠങ്ങളും അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതും കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കണം. ആ തരത്തിലായിരിക്കണം നിങ്ങൾ
പാഠഭാഗങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. ഇനി മദ്രസ പാഠപുസ്തകങ്ങളും സ്കൂൾ പുസ്തകങ്ങളും നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കേവലം ഒരു വായനയിലൂടെ മാത്രം കടന്നു പോകരുത്, ചിന്തിച്ച് വായിക്കണം. വായന പലതരത്തിലുണ്ട്. ഗ്രാഫിക് വായന എന്ന് പറയുന്ന വായന ഉണ്ട്, അതിങ്ങനെ കാണാതെ വായിച്ചു പോകലാണ്. പക്ഷെ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ പ്രയാസമായിരിക്കും. വായിക്കുമ്പോൾ നന്നായി ചിന്തിച്ച് വായിക്കുക. അതോടൊപ്പം തന്നെ ഒരു ഖണ്ഡിക വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചില ചോദ്യം അങ്ങോട്ട് ചോദിക്കുക, ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആ ഖണ്ഡികയിൽ നിന്ന് കണ്ടെത്തുക. അങ്ങനെ ചിന്തിച്ചും ചോദ്യങ്ങൾ ചോദിച്ചും വിലയിരുത്തിയും വായിക്കാൻ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു സൂറത്ത് പഠിക്കുകയാണ്. ഖുർആനിലൊരു സൂറത്ത് പഠിക്കുമ്പോൾ ആ സൂറത്തിൻ്റെ പേരെന്താന്ന് കൂടി പഠിക്കുക. കൂട്ടത്തിൽ ആ സൂറത്തിൻ്റെ തൊട്ടുമുമ്പുള്ള സൂറത്ത് എന്താന്ന് പഠിക്കാനും ആ സൂറത്ത് കഴിഞ്ഞിട്ടുള്ള സൂറത്ത് എന്താന്ന് കൂടി പഠിച്ചാൽ ഒരു പക്ഷേ ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം വരാൻ സാധിക്കും. ഇപ്പോൾ അൽ ബഖറ സൂറത്തില് പിന്നെ ആയത്തുൽ കുർസി ഉണ്ട്, അതോടൊപ്പം തന്നെ ആമർ റസൂൽ ഉണ്ട്, നമുക്കറിയാം. പക്ഷേ അൽ ബഖറ സൂറത്തിലെ അവസാനത്തെ ആയത്തുകളിൽ രണ്ടാമത്തെ ആയത്ത് ഏതാന്ന് ചോദിച്ചാൽ നമുക്കത് പെട്ടെന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന സാഹചര്യത്തിലായിരിക്കണം പഠിക്കേണ്ടത്. അപ്പം ആ തരത്തിൽ ഓരോന്നും ഇരുത്തി ചിന്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ സാധിക്കും. ഇനി പരീക്ഷ എങ്ങനെയാണെന്ന് പറയാം. 2 പരീക്ഷയാണ് ഇതിൽ നടക്കുക. ഒന്ന്, അടുത്ത മാസം ഒക്ടോബർ മാസം 18-ാം തീയതി നടക്കുന്ന പ്രിലിമിനറി പ്രാഥമിക പരീക്ഷയാണത്. ആ പരീക്ഷ നിങ്ങളെ മദ്രസയിൽ വെച്ച് നമ്മൾ ഉസ്താദുമാർ തന്നെയാണ് നമുക്ക് നേതൃത്വം കൊടുത്ത് നിങ്ങളെ സൂപ്പർവൈസറായിട്ട് നിൽക്കുക, നിങ്ങളെ മദ്രസയിലെ സദർ ഉസ്താദൻ. അപ്പോൾ ആ മദ്രസയിൽ വെച്ച് നടത്തുന്ന പരീക്ഷയുടെ പ്രത്യേകത അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ് ഉത്തരം എഴുതേണ്ടത്. ഇങ്ങനെ ഒരു പേപ്പറാണ് കിട്ടുക. ഇതിൽ തന്നെയാണ് ഉത്തരം അടയാളപ്പെടുത്തേണ്ടത്. ഇതാണ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രത്യേകത. ഇതിലെ നോക്കുക, ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, നിങ്ങളെ പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു നമ്പർ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ നമ്പർ ഓരോ കോളത്തിൽ എഴുതുക. എല്ലാം കൂടി പരത്തി എഴുതരുത്, ഓരോ അക്കം ഓരോ കള്ളിയിലാക്കി എഴുതുക. ഇതിൻ്റെ അടുത്ത് നിങ്ങളുടെ സെൻറ്റർ നമ്പർ ഉണ്ട്, നിങ്ങൾ ഏത് മദ്രസയിലാണ് പരീക്ഷ എഴുതുന്നത്. അതായത് ചില കുട്ടികൾ അവർ പഠിക്കുന്ന മദ്രസയിൽ തന്നെയാണ് പരീക്ഷ എഴുതുക. ചില കുട്ടികൾക്ക് അവിടെ വേണ്ടത്ര കുട്ടികൾ പരീക്ഷയ്ക്ക് ഇരിക്കാൻ താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കുറഞ്ഞ കുട്ടികളായതിൻ്റെ പേരിൽ അടുത്ത മദ്രസയിൽ പോയിട്ട് പരീക്ഷ എഴുതും. നമ്മൾ LSS പരീക്ഷയ്ക്ക് അങ്ങനെയാണ് എഴുതുക. അവൻ പഠിച്ച സ്കൂളിൽ തന്നെ ആയിരിക്കണം എന്നില്ല, സെൻറ്റർ മാറ്റിയിട്ടാണ് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ആ സെൻറ്ററിന് നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ ഓരോ അക്കവും ഓരോ കളിയിലാക്കി എഴുതുക. ഇത് കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷ എഴുതാൻ പോവാണ്. പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം, ഒരു 20 മിനിറ്റ് സമയം കൂൾ ഓഫ് ടൈം തന്നിട്ടുണ്ട്. ഈ കൂൾ ഓഫ് ടൈം നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. അത് വെറുതെ നോക്കിയിരിക്കാനല്ല, നമ്മൾ ഇതൊന്ന് വായിച്ചു നോക്കണം. വായിച്ചു നോക്കുമ്പോൾ ചോദ്യ പേപ്പറിൽ വളരെ എളുപ്പമുള്ളതുണ്ടാവും, അല്പം ചിന്തിക്കേണ്ട കാര്യം ഉണ്ടാവും, ചിലത് കുറച്ച് കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ടാവും. അപ്പൊ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതാണെന്ന് ആദ്യം നോക്കി വെച്ച് അത് ആദ്യം ചെയ്തു പോയാൽ പിന്നെ കുറച്ചുകൂടി ചിന്തിക്കേണ്ടതിന് അടുത്ത സമയം ഉപയോഗിക്കുകയും കൂടുതൽ ചിന്തിക്കേണ്ടതിന് സാവധാനം ചിന്തിക്കുകയും ചെയ്ത് ഉത്തരം എഴുതിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. ഒരു കാരണവശാലും ആദ്യത്തെ ചോദ്യം തന്നെ വളരെയധികം ചിന്തിക്കേണ്ടതാണെങ്കിൽ അതിന്മേൽ തന്നെ ചിന്തിച്ച് ആലോചിച്ചിരുന്നാൽ ബാക്കിയുള്ള 50 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 49 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ വളരെ പ്രയാസപ്പെടും. അതുകൊണ്ട് ഇത് ഈ കൂൾ ടൈം തരുന്നത് നമ്മുടെ മനസ്സൊന്ന് ഫ്രഷ് ആകാനാണ്. നല്ല പരീക്ഷയിൽ ഇത് പേടിക്കേണ്ട സംഗതിയല്ല. ഇതിൻ്റെ പേരിൽ നമ്മൾ ആരുടെയും നമ്മൾ കുറ്റപ്പെടുത്തൽ കേൾക്കില്ല. നല്ല ആരോഗ്യകരമായ മത്സരമാണ്. അപ്പോൾ ആ കൂൾ ടൈമിൽ മൊത്തത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ സന്തോഷകരമായ കുറേ ചോദ്യങ്ങൾ കാണും. അതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുക. അങ്ങനെ കൃത്യമായിട്ട് ചെയ്യുക. ഈ പ്രിലി പരീക്ഷയുടെ പ്രത്യേകത ഇതിൽ തന്നെ ഉത്തരം എഴുതണമെന്ന് ഞാൻ പറഞ്ഞു. ഉത്തരം എഴുതുമ്പോൾ ഓരോ ചോദ്യത്തിൻ്റെ അടിയിലും 4 ചോയ്സുകൾ, 4 ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. A, B, C, D. ഇതിൽ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം A ആണോ, B ആണോ, C ആണോ, D ആണോ, ഏതാണ് ഉത്തരമെങ്കിൽ അതിൻ്റെ അടുത്തൊരു ചതുരം, ചെറിയൊരു ചതുരം ഉണ്ടാവും. ആ ചതുരത്തിൽ ടിക്ക് ഇടുക, ശരിയിടുക. അതേ സമയത്ത് ഓരോന്ന് മാറ്റി മാറ്റി ശരിയിട്ട് ഏതാണ് ശരിക്കുത്തരം എന്നറിയാത്ത കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അപ്പോൾ മാർക്ക് കിട്ടാതെ വരും. അപ്പോൾ ആലോചിച്ചിട്ട് ഒരൊറ്റ ഉത്തരം, ആ ഉത്തരം കണ്ടെത്തിയിട്ട് അതിൻ്റെ അടുത്തുള്ള ചതുരത്തിൽ ശരിയിടുക.
അത് ശരിയിട്ടാൽ ഇതിലെ 50 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ചോദ്യ പേപ്പർ തിരിച്ചു ഉസ്താദിന് എടുത്തു കൊടുക്കുന്നു, അവർ മാർക്കിടും. ഓക്കെ, ഇതാണ് ഈ വിഷയത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഈ പരീക്ഷയിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് ഒരു മാറ്റമുണ്ട്. ഈ പ്രാവശ്യം പ്രിലി പരീക്ഷയിൽ ജയിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും മെഡൽ നൽകുന്നുണ്ട്, സർട്ടിഫിക്കറ്റും മെഡലും നൽകും. അപ്പൊ എല്ലാവർക്കും സന്തോഷമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്ത ഒന്നാണ്. ഈ പരീക്ഷ ജയിച്ചവർക്കാണ് അടുത്ത പരീക്ഷ എഴുതാൻ പോവുക. എന്നാലും ആ പരീക്ഷയിൽ രക്ഷപ്പെട്ടില്ലെങ്കിലും ഈ പരീക്ഷ ജയിച്ചാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും മെഡലും കിട്ടും. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ പരീക്ഷ, അതായത് പ്രിലി പരീക്ഷയിൽ വിജയിച്ചവർക്ക്, സെലക്ഷൻ കിട്ടിയവർക്ക് മെയിൻ പരീക്ഷയിൽ പരീക്ഷ എഴുതാം. അത് നടക്കുന്നത് അടുത്ത നവംബർ 29-നാണ്. അതാണ് മെയിൻ പരീക്ഷ, ശനിയാഴ്ചയാണ്. ആ പരീക്ഷയിൽ നമ്മൾ മെയിൻ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വേറെയും ഉത്തരം OMR ഷീറ്റിലാണ്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഈ പരീക്ഷ എഴുതിയവർക്ക് ഇതറിയാം. ഈ പ്രാവശ്യം പുതുതായിട്ട് 3-ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലാസ്സിലോ പുതുതായിട്ട് എഴുതുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ അല്ല ഇതിൽ ഉത്തരം എഴുതേണ്ടത്. ഇത് OMR ഷീറ്റിലാണ് നിങ്ങൾ ഉത്തരം രേഖപ്പെടുത്തേണ്ടത്. ഇതിന് നേരത്തെ പറഞ്ഞതേപോലെ തന്നെ OMR ഷീറ്റിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതാനുള്ള സൗകര്യമുണ്ട്. കഴിഞ്ഞ പരീക്ഷയിൽ നമ്മൾ ആ നമ്പർ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഒരു കള്ളിയിൽ എഴുതിയിരുന്നു. പക്ഷെ ഇതിനെ കള്ളിന്റെ കൂടെ തന്നെ കറുപ്പിക്കാൻ, അതായത് ബോൾ പെൻ, നീല മഷിയോ കറുത്ത മഷിയോ കൊണ്ട് ബോൾ പെന്ന് എടുത്തുകൊണ്ട് ഇതിൽ ഓരോ വട്ടമുണ്ട്, സർക്കിൾ, ബബിൾ എന്നാണ് പറയുക. ഈ ബബിൾ അല്ലെങ്കിൽ ഈ കുമിള, ഈ വട്ടം, ആ വട്ടത്തിനുള്ളിൽ മഷി കൊണ്ട് പൂർണ്ണമായിട്ടും അത് കളർ കൊടുക്കുക. നീലാണെങ്കിൽ നീല, കറുപ്പാണ് കറുപ്പ്, അത് കറുപ്പിക്കുക. അപ്പോൾ ഒരാളുടെ ആദ്യത്തെ രജിസ്റ്റർ നമ്പർ 1 ആണെങ്കിൽ ആ 1ന്റെ നേരെ താഴെ 1 1 1 കാണും. ആദ്യത്തെ 1 പേന കൊണ്ട് കറുപ്പിക്കുക. അടുത്ത നമ്പർ അയാൾക്ക് 3 ആണെങ്കിൽ അപ്പൊ മൂന്നാമത്തെ കള്ളി അടിയിലേക്ക് നോക്കിയാൽ 3 കാണാം. അപ്പൊ രണ്ടാമത്തെ കള്ളിന്റെ നേരെയുള്ള 3 കറുപ്പിക്കുക. അടുത്ത നമ്പർ 4 ആണെങ്കിൽ ആ മൂന്നാമത്തെ കള്ളിന്റെ നേരെ കാണുന്ന 4ലേക്ക് കറുപ്പിക്കുക. ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തവർക്കറിയാം. ഇനി അതിന്റെ പേരിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട. നിങ്ങൾക്ക് അവിടെ ഒരു ഇൻവിജിലേറ്റർ ഉണ്ടാകും. അദ്ദേഹം ഈ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും. പക്ഷേ നിങ്ങൾ ചോദ്യങ്ങൾക്ക് ചോദിച്ചാൽ ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞു തരാൻ തയ്യാറുണ്ടാവില്ല. ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും. പേരെഴുതേണ്ടത്, നമ്പർ എഴുതേണ്ടത് കൃത്യമായി സഹായിച്ചു തരും. അങ്ങനെ നമ്മൾ പേപ്പറിൽ നമ്മുടെ നമ്പറും രജിസ്റ്റർ നമ്പറും സെന്റർ നമ്പറും ഒക്കെ രേഖപ്പെടുത്തി ആവശ്യമുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ പരീക്ഷയെ പോലെ തന്നെ ഈ പരീക്ഷയ്ക്കും 20 മിനിറ്റ് നിങ്ങൾക്കൊരു കൂൾ ടൈം ഉണ്ട്. ആ ടൈമിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഏതൊക്കെ എളുപ്പമുള്ളത്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്, കുറച്ച് ചിന്തിക്കേണ്ടതൊക്കെ നന്നായി മനസ്സിലാക്കി വെച്ചിട്ട് പരീക്ഷയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഇതേവിടെ തന്നെ ABCD എന്ന ഈ ബബിള് കാണാം. ആ ബബിള് നേരത്തെ ചെയ്തിരുന്നത് ഒരു ടിക്കിടലായിരുന്നു. ഇപ്പൊ അതല്ല. നേരത്തെ ഇവിടെ മുകളിൽ ചെയ്തതുപോലെ തന്നെ നിങ്ങൾ പേന കൊണ്ട്, പെൻസിൽ ഒരിക്കലും ഉപയോഗിക്കരുത്, നിങ്ങൾ പേന കൊണ്ട് ആ ഒരു വട്ടം അവിടെ കറുപ്പിക്കുക. നിങ്ങൾക്ക് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം C ആണ് കിട്ടിയതെങ്കിൽ C എവിടെ നോക്കുക, Cന്റെ ആ വട്ടം നിങ്ങൾ പേന കൊണ്ട് നന്നായിട്ട് കളർ കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം എടുക്കുക. രണ്ടാമത്തെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയത് A ആണെങ്കിൽ A എന്ന ഭാഗം നന്നായി അവിടെ കറുപ്പിക്കുക. അതേ സമയത്ത് ഈ വട്ടത്തിന്റെ പുറത്തേക്ക് പോയാൽ, അത് പരത്തി എഴുതിയാൽ, വൃത്തികേടാക്കി എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാതെ പോകും. കാരണം ഈ പേപ്പർ കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പർ, അതായത് പ്രിലി പരീക്ഷയിൽ ആദ്യത്തെ പരീക്ഷയിൽ നിങ്ങൾ ഉസ്താദുമാരാണ് നോക്കുന്നതെങ്കിൽ ഇത് ഉസ്താദുമാരല്ല നോക്കുന്നത്. ഇത് കമ്പ്യൂട്ടറിലേക്ക് കൊടുത്ത് സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറാണ് നിങ്ങൾ ഉത്തരം സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മഷി പരത്തി പുറത്തേക്ക് വരച്ചൊന്നും ചെയ്യരുത്. ഒരു ഉത്തരം ചെയ്ത് കുറെ കഴിഞ്ഞപ്പോൾ അതല്ല ശരിയെന്ന് കണ്ടാൽ ഒന്നാമത്തെ ഉത്തരം വെട്ടിയിട്ട് രണ്ടാമത്തെ ഉത്തരമോ, അല്ലെങ്കിൽ A അല്ല C ആണ് ശരിയെന്ന് തോന്നിയാൽ വീണ്ടും C കറുപ്പിക്കുകയൊക്കെ ചെയ്താൽ അതൊന്നും കമ്പ്യൂട്ടർ എടുക്കില്ല എന്ന് ആദ്യം തന്നെ പറയാം. ഞാൻ എഴുതിയത് ശരിയായിരുന്നു, പിന്നെ എനിക്ക് മാർക്ക് കിട്ടില്ല എന്ന് പരാതിപ്പെടരുത്. അതുകൊണ്ട് കറുപ്പിക്കുമ്പോൾ നല്ലോണം ആലോചിച്ച്, കൃത്യമായിട്ട് ആലോചിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പെൻസിൽ ഉപയോഗിക്കരുത്, പേന തന്നെ ഉപയോഗിക്കണം. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇൻഷാ അല്ലാഹ് ഇതില് നിങ്ങൾക്കൊരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവും. അതായത് സ്കോളർഷിപ്പിന് ആർക്ക് എത്ര മാർക്ക് എന്നത് വിദ്യാഭ്യാസ ബോർഡ് തീരുമാനിച്ചിട്ട് അതനുസരിച്ച് ഒരു കട്ട് ഓഫ് മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. മാത്രമല്ല ഓരോ ജില്ലയിലെയും മുന്നിലെത്തുന്ന കുട്ടികൾക്ക് വേറെ സമ്മാനങ്ങളുണ്ട്.
അതിനപ്പുറം സംസ്ഥാന തലത്തിൽ തന്നെ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും 3ാം സ്ഥാനവും നേടുന്ന മിടുക്കരായ കുട്ടികൾക്ക് ഗോൾഡിന്റെ സ്വർണത്തിന്റെ കോയിൻസ് ആണ്. വളരെ വിലപിടിപ്പുള്ള സാധനമാണ് ഇപ്പോൾ സ്വർണം. ആ സ്വർണത്തിന്റെ കോയിൻസ് ആണ് സമ്മാനമായി നൽകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ വേണമെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ വീണ്ടും ആവർത്തിച്ച് കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് ആകെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് മദ്രസയുടെ ക്ലാസ്സിൽ തന്നെയുള്ള സ്കൂളിലെ ക്ലാസ്സിലാണ് നിങ്ങൾ എക്സാം നടക്കുക. ആ പാഠപുസ്തകമാണ് വായിക്കേണ്ടത്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയിട്ട് എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുക. എല്ലാവരും ജയിക്കട്ടെ, എല്ലാവർക്കും മെഡലുകളും സർട്ടിഫിക്കറ്റും കിട്ടട്ടെ, എല്ലാവർക്കും സമ്മാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് സന്തോഷപൂർവം സ്മാർട്ട് എക്സാമിനേഷന് പരാതിയില്ലാതെ, വേവലാതിയില്ലാതെ, ആശങ്കയില്ലാതെ, പേടിയില്ലാതെ, ചിരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പരീക്ഷ എഴുതി പാസ്സാകാം. നമ്മുടെ മദ്രസകൾക്ക് സമ്മാനമുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ജയിക്കുന്ന മദ്രസയിലെ സദറിന് അവാർഡുണ്ട്. അതേപോലെ തന്നെ മദ്രസ കമ്മിറ്റിക്ക് അവാർഡുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് ജയിക്കണം, എൻ്റെ കൂട്ടുകാർക്കും ജയിക്കണം, എൻ്റെ മദ്രസയിലേക്കായിരിക്കണം അവാർഡ് എത്തേണ്ടത്, എൻ്റെ സദർ ഉസ്താദിന് അവാർഡ് കിട്ടണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഈ എക്സാമിനെ നേരിട്ട് നമുക്ക് വൻ വിജയത്തിലേക്ക് കൊണ്ടുപോകാം. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് വിജയം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.